ഒരു സമ്മാനം എടുത്തോളൂ. യെസ്, എല്ലാവരും കാണട്ടെ. ഇവിടെ കയ്യടി ഒട്ടും കുറഞ്ഞാൻ പാടില്ല. യെസ്, ഇനി നമുക്ക് ഒരു നല്ല സമ്മാനം കൊടുക്കാം. ഓക്കെ, സമ്മാനം ആർക്ക് കിട്ടും എന്ന് നോക്കാം. എത്ര പേരെ? 3, 6, 7. യെസ്, ഒരു ലൈനായിട്ട് കണ്ടു. മോള് താഴേക്ക് കിട്ടോ? നമുക്ക് മത്സരിക്കുന്നതിന് മോള് താഴേക്ക് പോയി കേട്ടോ. താഴേക്ക് യെസ്, ഒന്ന് പരിചയപ്പെടുത്താം. പേര്? മൈക്ക് ഓടിച്ചോളൂ. പേര്? ആരുടെ ഭാര്യയാണ് ഇവിടെ വന്നിട്ടുള്ളത്? മൈക്കിൽ പറയണോ? മൈക്കിൽ പറയാൻ പറ്റില്ല. പേര് പറഞ്ഞേ പറ്റുകയുള്ളൂ. പേര് പറയണം. ഹസ്ബൻഡിന്റെ പേര് പറയണ്ടേ? ഹസ്ബൻഡ് ഒന്ന് കൈവോക്കിയേ. ഇവിടെ പേര് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞോ? പേര് പറഞ്ഞോളൂ. കരഞ്ഞോ? ആവോ, അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. യെസ്, ബേബി ആരുടെ ഭാര്യയാണ്? എവിടെ? ഒന്ന് കൈവക്കാം. യെസ്, അടുത്താക്ക് മൈക്ക് കൊടുക്കാം. പേര്? എവിടെ? യെസ്, വിൻസെന്റ്. എവിടെ? വിൻസെന്റ്. ഓക്കെ, പഴയകാല ഒരു നടൻ കൂടിയാണ് വിൻസെന്റ്. എവിടെ? ഓക്കെ, ആര്? അൻവർ. എവിടെ? യെസ്, ഓക്കെ ഓക്കെ, മൈക്ക് വെച്ചോളൂ. നമ്മൾക്ക് ഇന്ന് മത്സരം നടത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, വന്നിരിക്കുന്ന ഈ സ്ത്രീകളിലെ ചേച്ചിമാരിലെ ഏറ്റവും കൂടുതൽ അടുക്കളയുമായി ബന്ധമുള്ള സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്നുള്ള ഒരു മത്സരമാണ്. റെഡിയല്ലേ? ഇവർക്ക് അടുക്കളയുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ നോക്കാം. റെഡി? ഇതിന് നിങ്ങൾക്കൊരു റോളുണ്ട്. ക്ലൂ കൊടുത്ത് ഇവരെ ടെൻഷൻ അടുപ്പിക്കണം. പേര് വിളിച്ച് പറയരുത്. മത്സരം എന്താണെന്ന് വെച്ചാൽ ഓരോ അക്ഷരങ്ങൾ കൊടുക്കും ഇവർക്ക്. അതിൽ തുടങ്ങുന്ന അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പച്ചക്കറികളാവാം, പലഹാരങ്ങളാവാം, എന്തും പറയാം, അടുക്കളയിൽ ഉണ്ടാവണം. ഓക്കെ, ഓരോ അക്ഷരങ്ങൾ നിങ്ങൾക്ക് തരും. ഓരോ അക്ഷരം തരും. ഏതക്ഷരമാണോ കിട്ടുന്നത് അത് വെച്ച് തുടങ്ങുന്ന എത്ര പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പലഹാരങ്ങൾ അടുക്കളയിൽ ഉണ്ടായാൽ മതി. റെഡി? അടുക്കളയിൽ കയറാറുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാം. ചേച്ചി തന്നെ ആയിക്കോട്ടെ ആദ്യം. യെസ്, ഒരിക്കൽ കൂടി പേര് പറയാം. ഓക്കെ ഓക്കെ, റെഡി അല്ലേ? ഏതക്ഷരം കൊടുക്കണം നിങ്ങൾക്ക് തീരുമാനിക്കാം. എളുപ്പമുള്ളതായിക്കോട്ടെ. ഏതൊക്കെ? മ, ബായ്, മ, മ. ഓക്കെ,